വൈറലായില്ലെങ്കിൽ തന്നെയാണ് ഏർണിങ്സ് കിട്ടിയത്. മില്യൺസ് ആയിട്ടില്ല, വൈറലായിട്ടില്ല. ഒന്ന് പേയ്മെന്റ് വിഡ്രോ ചെയ്യണമെങ്കിൽ $100 ഒക്കെ ഫില്ല് ചെയ്തത് പോസ്റ്റ് ചെയ്യാൻ പറ്റും, ലൈവ് പോകാൻ പറ്റും കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും വൈറലായില്ലെങ്കിൽ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഉണ്ടാക്കാം എന്നുള്ളതല്ല പറയുന്നത്, എനിക്ക് എങ്ങനെയാണ് ഏർണിങ്സ് കിട്ടിയെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു വീഡിയോയും മില്യൺസ് ആയിട്ടില്ല, ലാക്സ് ആയിട്ടില്ല, അല്ലെങ്കിൽ വൈറലായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് പേയ്മെന്റ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $100 വേണം. അപ്പം ഞാൻ എൻ്റെ $100 ഒരു 2-3 ദിവസം മുന്നേ, $100 അല്ല, എൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തത് ഒരു 2-3 ദിവസം മുന്നെയാണ് കേട്ടോ. അന്നേരം തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും വൈറലാവാണ്ട് തന്നെ നമ്മൾ എങ്ങനെ യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് വീഡിയോസ് ഡെയിലി പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കെന്നും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സമയം ലൈവ് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ലൈവ് പോകാറുണ്ടായിരുന്നു. ഒരു 50 സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വരുമ്പോഴേ നമുക്ക് ഒരുപാട് അങ്ങ് ഓഡിയൻസ് വരും അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ച, ഒരു 1 മന്തെങ്കിലും എടുത്തെന്ന് വെച്ചോ. 1 മന്ത് വരെ ആരും ഇല്ലായിരുന്നു കേട്ടോ. ആകെ നമ്മുടെ അമ്മ, പിന്നെ പ്രവീണിൻ്റെ അമ്മ, പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും, പിന്നെ അങ്ങനെ കുറച്ച് പേര് മാത്രം, ഫ്രണ്ട്സ്, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടിപ്പോയി എന്ത് പറയാനാ, ഒരു 8 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിന്ന് ഇപ്പം നമ്മൾ എല്ലാ കാര്യത്തിലും പറയല്ലോ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുമ്പോൾ. അങ്ങനെ ആദ്യം ഒരു 10K വ്യൂ വന്നു. പിന്നെ അങ്ങനെ ഗ്രാജുവലി അത് ഞാൻ കുറച്ച് നേരം ഇരുന്നാൽ തന്നെ നല്ല വ്യൂസ് വരാമെന്ന് തുടങ്ങി കേട്ടോ. അങ്ങനെ എനിക്ക് ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് എൻ്റെ വാച്ച് അവർ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. വാച്ച് അവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ 1 ഇയറിനുള്ളിൽ 4,000 അവർ കംപ്ലീറ്റ് ആകണം, എങ്കിലേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ ഹാഫ് മോണി അല്ല, ഫുൾ മോണിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് അതിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈവ് ചെയ്യുമ്പം സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കർ, അങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഷോപ്പിംഗ്, പിന്നെ മെമ്പർഷിപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അങ്ങനെ എനിക്ക് അതെല്ലാം എനേബിൾ ആക്കി ഞാൻ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമാതിരി നമ്മൾ പറയില്ലേ ഏതൊരു കാര്യത്തിലും നമ്മൾ പ്ലസൻ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ സ്ട്രേഞ്ചർ ആണെന്നുള്ള രീതിയിൽ നിൽക്കാണ്ട് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അതുപോലെ ഞാൻ നിന്നിട്ട് എൻ്റെ ലൈവിൽ നിന്ന് എനിക്ക് ഒരുപാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ വേറെ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. നല്ല കുറേ ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടുന്ന ടൈമിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. മോഡറേറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബാഡായിട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ട് ബാഡ് കമൻസ് ഒക്കെ ഇടുമല്ലേ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമുക്ക് ഇട്ടുകൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷെ അന്നേരം തിരിച്ച് നമ്മൾ ദേഷ്യപ്പെട്ടാൽ പിന്നെ അങ്ങനെ പറയാനായിട്ട് ആൾക്കാർ വരും. അപ്പം ഈ ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരെന്ത് ചെയ്യും, അതങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അപ്പം നമുക്ക് പ്രശ്നമില്ലല്ലോ. അങ്ങനെ നല്ല രീതിയിൽ പിന്നെ എൻ്റർടൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പാട്ട് പാടാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറി പറയാം. ഞാൻ പ്രൊഫഷണലായിട്ട് പാട്ട് പഠിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ വലിയ പാട്ട് അറിയത്തുമില്ല. പക്ഷേ എനിക്ക് പാടാൻ ഇഷ്ടമാണ്. അപ്പം അവർ സജസ്റ്റ് ചെയ്യുമല്ലോ ഓരോ പാട്ട്, ആ പാട്ട് പാടുക. ലിറിക്സ് അറിയത്തില്ല, ഞാൻ എൻ്റെ കൈ നിട്ട്, ഞാൻ നിമിഷകവിയാണ്, അന്നേരം ഞാൻ കൈ നിട്ട് പാടും. അങ്ങനെയൊക്കെ പാടി നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ അവർക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവരുടെ ഗിഫ്റ്റാണ് സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കിട്ടി. അങ്ങനെ കുറച്ച് എമൗണ്ട് ആയിട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ ഈ ഒരു ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു എമൗണ്ട് $100 കംപ്ലീറ്റ് ആയത് കേട്ടോ. അപ്പം എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമുക്കന്നേരം റെഗുലറായിട്ട് വീഡിയോ ചെയ്ത് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ലൈവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്സ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു വീഡിയോ കോളിൽ സംസാരിക്കുന്നത്, പക്ഷേ ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രം സംസാരിക്കേണ്ടി വരും. ആ ഒരു ഫീൽഡ് നമുക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് വരും കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് തന്നെ ഞാൻ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ലോങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ലോങ് വീഡിയോസ്, എൻ്റെ മാക്സിമം പോയാൽ എൻ്റെ ലോങ് വീഡിയോ വന്നേക്കുന്നത് പിന്നെ 10K ആണ് കേട്ടോ. അതും ഞാനൊരു ലോങ് വീഡിയോ ഓൾറെഡി ചെയ്തത് ഒരു 3K 4K ആവാറായി. ആ ഒരു അത്രയും വ്യൂ പോയ ഒരെണ്ണത്തിന് ഞാൻ ക്ലിപ്പ് ചെയ്യുമായിരുന്നു ചെയ്തത്. അത് ചെയ്ത് നമ്മുടെ തംബ്നെയിലാണ് മെയിൻ. തംബ്നെയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അതിനൊരു 10K വ്യൂ ആയി കേട്ടോ. അതിൽ നിന്നുള്ള കുറച്ച് $ഉണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ കുറച്ചാണേലും പിന്നെ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ
കുറച്ച് എമൗണ്ട് ആയിട്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയേക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ പറയാൻ കാരണം എനിക്കെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റി, എല്ലാം അപ്ലൈ ചെയ്ത് അപ്രൂവൽ ഇന്നലെ എനിക്ക് മെയിൽ വന്നതുകൊണ്ട് എനിക്ക് ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സമയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ലൈവ് ചെയ്യുന്ന നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോ എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു വാച്ച് ടൈം ഒക്കെ വെച്ചിട്ട് നമുക്ക് പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്ത ലൈവിന് തംബ്നെയിലൊക്കെ നല്ലത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ വാച്ച് ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടും കേട്ടോ. അത് നമുക്ക് ഷോർട്ട് വീഡിയോസിന് കുറവാണ്, ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും നല്ലത്. ലോങ് വീഡിയോ ഇട്ടാലേ നമുക്ക് ഡോളർ കുറച്ച് നല്ല രീതിയിൽ കയറത്തുള്ളൂ. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഭയങ്കര കുറവായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ ഇടാറില്ല. ഞാനിപ്പം കിട്ടുന്ന ഇപ്പോൾ ആഴ്ചയിലൊരു സാറ്റർഡേ അങ്ങനെയൊക്കെ ലൈവ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് ആൾക്കാർ ഇത് വാച്ച് ചെയ്യുകയും നമ്മൾ നല്ല അവർക്കൊരു എൻ്റർടൈൻ ചെയ്യുന്ന ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ വാച്ച് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാ വീഡിയോസും അങ്ങനെയാണല്ലോ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും കേട്ടോ. അതായത് ലൈവ് അപ്ലോഡ് ചെയ്തതിന് ശേഷം വേറെ ആരെങ്കിലും വന്നിട്ട് മോണിറ്റൈസേഷനൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടും. അപ്പം ലൈവിലൂടെയാണ് എനിക്ക് പേയ്മെൻറ്റ് കൂടുതലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. ഫുള്ളല്ല, കുറച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റി, കുറച്ച് മറ്റേ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ എന്നൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ എമൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.